ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ദൃശ്യ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മകൻ അമ്മയെ തെറി വിളിച്ച മകൻ, ഈ അടുത്ത ദിവസം തന്നെ അമ്മയെ പ്രാപിച്ച മകൻ, ഗുരുക്കന്മാരെ അസഭ്യം പറയുന്ന മകൻ, സമൂഹം ഇന്ന് വളരെയധികം അരാജകത്വത്തിലേക്ക് പോകുകയാണ്. വരുന്ന തലമുറ നേരായ മാർഗത്തിലൂടെ 100% എടുത്താൽ 80% മോശമായ അവസ്ഥയാണ്. മദ്യവും മയക്കുമരുന്നുമല്ല അതിന് പ്രധാന കാരണം. വിദ്യ സർവ പ്രധാനം എന്നുള്ള തത്വവും, വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, ഡിഗ്രി എടുക്കുന്നുണ്ട്, ക്വാളിഫിക്കേഷൻ എടുക്കുന്നുണ്ട്, ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്. ഈ വിദ്യയൊന്നും ബോധതലത്തിലേക്ക് പ്രവേശിക്കുന്നില്ല, അല്ലെങ്കിൽ ബോധതലത്തെ പ്രകാശിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസം. അതാണ് ഇതിൻ്റെ പ്രധാനമായ കാരണം. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്ന കുട്ടിയാണെങ്കിലും വിദ്യാർത്ഥിയാണെങ്കിലും ആരായാലും ശരി, അവർക്ക് പ്രപഞ്ചത്തിൽ അന്തർലീനമായി നിൽക്കുന്ന ശക്തിയിൽ നിന്നും അവരകന്നു പോകുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഈശ്വര വിശ്വാസം ഇല്ലാതെ ആകുന്നൊരു തലമുറ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ചിലർ അതിനെ ബോധപൂർവം വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെന്തു തന്നെ നേടിയാലും അവർക്ക് വിദ്യ അല്ലെങ്കിൽ ജ്ഞാനം, അറിവ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഇതെൻ്റെ സമൂഹമാണ് എന്നുള്ള ഒരു തോന്നൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. ഞാൻ, എൻ്റെ കുടുംബം എന്നുള്ള ചിന്തയായിരിക്കും ഈശ്വരവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. കാരണം അത് അവരുടെ കുഴപ്പമല്ല, അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ചില സാഹചര്യങ്ങൾ ഉണ്ടായാലും ചിലർ ഈ തരത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ മാറ്റിമറിക്കുവാനും ഇതൊക്കെ വീണ്ടും നല്ല രീതിയിലേക്ക് ഒരു സമൂഹത്തിലെ കുട്ടികളെ വളർത്തെടുക്കുവാനും അല്ലെങ്കിൽ വളർന്നു വരുവാനുമുള്ള സാഹചര്യം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ പണിയുകയും അതിനുശേഷം ഗ്രന്ഥശാലകൾ പണിയുകയും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ഇത് രണ്ടുമുണ്ട്. പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങളെ വിദ്യാദേവതയെന്ന് വിളിച്ച് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകാൻ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച്, പക്ഷെ ഇതിൽ നിന്നൊക്കെ ഇന്നത്തെ തലമുറ അകന്നു പോകുന്നു. അതവരുടെ മദ്യമോ അല്ലെങ്കിൽ മയക്കുമരുന്നോ അതൊരു കാരണമാണ്. പക്ഷെ അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് ഈശ്വര സാന്നിധ്യം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഇത് കലിയുഗമാണ്. ഇവിടെ ഈശ്വരനെ ഭജിക്കുക, നെഗറ്റീവായിരിക്കുന്ന എനർജി തീർച്ചയായിട്ടും മാറും. പോസിറ്റീവായിരിക്കുന്ന എനർജി നമ്മുടെ അന്ധഃകരണത്തിൽ നിലയുറപ്പിക്കും. സ്വസ്ഥം, സ്ഥൈര്യം, കുടുംബജീവിതം. ഏവരെയും കരിനീലിയമ്മ അനുഗ്രഹിക്കട്ടെ. സർവ്വപടിമാന മക്കളുടെ അനുഗ്രഹാശസ്സുകൾ നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ.
ഓം നമഃ ശിവായ. പഞ്ചമഗുരുദ്രായ പ്രേതാധിപതി ശ്രീപരമേശ്വര പാദപത്മം നമാമി.